നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. നമ്മുടെ കമന്റ് സെക്ഷനാണ്. അതായത് ഒരുപാട് കമന്റ്സ് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെയുള്ള കമന്റ്സിനകത്ത് അതായത് ഒരുപാട് നല്ല സംശയങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് അതിപ്പോൾ എല്ലാവരായിട്ടും ഒന്ന് ഷെയർ ചെയ്യാണ്. പലരും പേര് വെക്കാൻ വിട്ടു പോകുന്നുണ്ട്. ഒന്ന് പേരും കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വ്യക്തമായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് കഴിവതും പേരും കൂടെ വെക്കാൻ ശ്രമിക്കുക, നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ കമന്റ്സ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ്സ് ചെയ്യാൻ സാധിക്കും. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളും ഞാനത് കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റ്സിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും റെഡ് സിഗ്നൽ മാറുന്നില്ല, എന്താണ് പ്രശ്നം? ഓൾട്ടോ 800. ഹാൻഡ് ബ്രേക്കിന്റെ സിഗ്നൽ ശരിക്കും ഹാൻഡ് ബ്രേക്കിന് മാത്രമുള്ളതല്ല. നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഏതെങ്കിലും രീതിക്ക് ലീക്ക് ആവുക അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റിസർവ് ടാങ്കിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന റിസർവ് ടാങ്കിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് കത്തിക്കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാൻഡ് ബ്രേക്ക് മാത്രമല്ല, ബ്രേക്കിന്റെ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ലീക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആദ്യം 4 ടയർ ഒന്ന് അഴിച്ചു നോക്കുക. ടയേഴ്സിന്റെ അവിടെ നിന്ന് ഏതെങ്കിലും ഭാഗത്ത്, അതായത് ഫ്രണ്ടിലാണെങ്കിൽ കാലിപ്പർ അസംബ്ലിയോ അല്ലെങ്കിൽ ആ ഹോസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. ബാക്കിലാണെന്നുണ്ടെങ്കിൽ വീൽ സിലിണ്ടർ മിക്കവാറും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും ലീക്ക് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ബ്രേക്ക് ഫ്ലൂയിഡ് കുറയത്തില്ല. അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തീരാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ തീരാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രേക്ക് ഫ്ലൂയിഡ് കുറച്ച് കുറവ് കാണിക്കുന്നതായിരിക്കും. അതല്ലാതെ നല്ല രീതിക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ലീക്ക് ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കിക്കോണം. അടുത്തത്, ടാറ്റ AIG ഇൻഷുറൻസ് കമ്പനി 60,000 കിലോമീറ്റർ വരെ മാരുതി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികൾക്കും എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുക്കുന്നു. മെയിൻ വാറണ്ടി തീരുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് തന്നെ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടി ഇട്ടേക്കുക. എൻ്റെ അറിവിലില്ല. കാരണം ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വാഹനത്തിന്റെ സർവീസ് വാറണ്ടി ആയിട്ട് അതിന് ഒരു റിലേഷനും വരുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു കമ്പൈൻ ചെയ്തൊരു രീതി എൻ്റെ അറിവിലില്ല. നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. എനിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. എൻ്റെ അറിവിലില്ല. നമ്മൾ വാഹനം എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ വാറണ്ടി, അതായത് നോർമൽ വാറണ്ടി വാഹനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഉറപ്പായിട്ടും നമ്മൾ എടുത്തിരിക്കണം. കാരണം എന്ത് കംപ്ലൈൻറ്റ് എപ്പോൾ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഷുവർ ആയിട്ടും എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിരിക്കണം. അടുത്തത്, എൻ്റെ വാഹനം സ്കോർപിയോ ABS മോഡലാണ്. അതിന് ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ബ്രേക്ക് താന്നു പോകുന്നു. പക്ഷേ 2 വട്ടം പമ്പ് ചെയ്ത് ബ്രേക്ക് പെർഫെക്റ്റ് ആണ്. ഇങ്ങനെയാകാൻ എന്താണ് കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെഡല് താന്നു പോകുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഒന്ന്, നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് ബ്രേക്കിന്റെ ലൈൻസിൽ എവിടെയെങ്കിലും എയർ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എയർ കയറാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ബ്രേക്ക് ഫ്ലൂയിഡ് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റ്, അതായത് വെള്ളത്തിന്റെ അംശം വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന്റെ അംശം ബ്രേക്ക് ഫ്ലൂയിഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഹീറ്റ് ആകും. അങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി മതി. അതായത് ചെറിയ ഈർപ്പത്തിന്റെ കണ്ടന്റ്, വെള്ളത്തിന്റെ അംശം ഇതിനകത്തുണ്ടെങ്കിൽ അത് തിളയ്ക്കും. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് ഉണ്ടാവുന്ന എയർ ബബിൾസ്, ഈ ഒരു ബബിൾ ഈ ലൈൻസിൽ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് പെഡൽ ചവിട്ടുമ്പോഴത്തേക്കും പെഡൽ താന്നു പോകുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാഹനത്തിന്റെ ബൂസ്റ്റർ അസംബ്ലി, അതായത് ബ്രേക്കിന്റെ ബൂസ്റ്റർ അസംബ്ലിക്കോ അല്ലെങ്കിൽ ബ്രേക്കിന്റെ മാസ്റ്റർ സിലിണ്ടറിനോ എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെഡൽ താന്നു പോകുന്നതായിരിക്കും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ABS യൂണിറ്റിന്, അതായത് ABS എന്ന് പറയുന്ന ആ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ഇതിനകത്ത് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ഇതിനകത്തു നിന്നുള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ കുറഞ്ഞു പോകുന്നതായിരിക്കും. അങ്ങനെ പ്രഷർ കുറഞ്ഞ് ഈ ബ്രേക്ക് പെഡൽ താന്നു പോകുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ആദ്യം ഒന്ന് ബ്ലീഡ് ചെയ്ത് നോക്കുക. ബ്രേക്ക് ഒന്ന് ബ്ലീഡ് ചെയ്ത് നോക്കുക. ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എയർ എല്ലാം പോയി ഫ്ലൂയിഡ് മാത്രമായിട്ട് വന്ന് കഴിഞ്ഞ് ക്ലിയർ ആയതിനു ശേഷം ടൈറ്റ് ചെയ്ത് വാഹനം കുറച്ച് ദൂരം ഓടിച്ച് നോക്കണം. ഓടിക്കുന്ന സമയത്ത് ഈ പ്രശ്നം കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു പ്രശ്നം തീർന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെറ്റാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, വാഹനത്തിന്റെ മാസ്റ്റർ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ABSലോട്ട് ചിന്ത പോയാൽ മതി. ബമ്പർ ടു ബമ്പർ ക്ലെയിം ചെയ്താൽ പുതിയ ബോഡി പാർട്സ് ഒറിജിനൽ തന്നെ ആയിരിക്കുമോ ലഭിക്കുന്നത്? പ്ലീസ് ടെൽ ദ ആൻസർ. ഓക്കെ, ഷുവർ ആയിട്ട് നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബോഡി ഷോപ്പിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജെന്യൂൻ പാർട്സ് മാത്രം അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. ഒരു കാരണവശാലും അവർക്ക് ലോക്കൽ പാർട്സോ കാര്യങ്ങളൊന്നും കയറ്റാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പാർട്സ് ആസ് ഇറ്റ് ഈസ് ഏതാണോ കമ്പനി കൊടുത്തിരിക്കുന്ന സെയിം പാർട്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. റിവേഴ്സ് ഗിയർ വീഴുന്നില്ല, ഇതായിരുന്നു ഒരു ചോദ്യം. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം
ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഏതാണ് വാഹനം, ഏത് കണ്ടീഷനിലാണ് റിവേഴ്സ് ഗിയർ വീഴാത്തത്, അതോ വാഹനം എടുക്കുമ്പോൾ തൊട്ട് റിവേഴ്സ് ഗിയർ വീഴുന്നില്ലെന്നാണോ, എന്താണെന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നല്ല കാര്യം. അതിനകത്ത് വാഹനം ഏതാണ്, വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഏത് വർഷത്തെ വാഹനമാണ്, ഇത്രയും കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എന്തായിരിക്കും എന്നുള്ളതൊന്ന് ഏകദേശം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, റിവേഴ്സ് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഗിയറിലോട്ടൊന്ന് എൻഗേജ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇട്ട് വാഹനം ഒന്ന് ചെറുതായിട്ട് അനങ്ങിയതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇട്ടാൽ വീഴുന്നുണ്ടോ നോക്കുക. അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അത് ഗിയറിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഗിയർ ബോക്സിന്റെ പ്രശ്നം ഒന്നുമല്ല. നോർമലി റിവേഴ്സ് ഗിയർ ഒരു സെപ്പറേറ്റ് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഓട്ടത്തിൽ, അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയറിൽ റിവേഴ്സ് ഗിയറിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സെപ്പറേറ്റ് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് നിന്നതിന് ശേഷം മാത്രമാണ് ഈ റിവേഴ്സ് ഗിയർ വീഴത്തുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സെലക്ടർ കേബിൾ, അതായത് വാഹനത്തിന്റെ സെലക്ടർ കേബിളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും റിവേഴ്സ് ഗിയർ വീഴുന്നതായിരിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ വാഹനത്തിന്റെ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക. വേറെ ഗിയേഴ്സിന്റെ പ്രശ്നം പറയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലച്ച് സൈഡിലോട്ടൊന്നും പോകാത്തത്. ക്ലച്ച് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആകുന്നില്ലെങ്കിലും റിവേഴ്സ് ഗിയർ വീഴത്തില്ല. പക്ഷേ അന്നേരം ഫസ്റ്റ് ഗിയറും ബാക്കിയുള്ള ഗിയേഴ്സൊക്കെ വീഴാനുള്ള ബുദ്ധിമുട്ട് കാണിക്കും. അത് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളൊരു കമൻറ്റ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വാഹനം ഏതാണ്, വാഹനത്തിൻ്റെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്, എന്താ കംപ്ലൈൻറ്റ് ആണ് ഫേസ് ചെയ്യുന്നത്, ഏത് സമയത്താണ് ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്നതെന്ന് കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോകാം. ബ്രോ, മൈ വെഹിക്കിൾ ബാറ്ററി ഗോട്ട് ഇഷ്യൂ ബട്ട് ഡ്യൂ ബാറ്ററി ഇഷ്യൂ ഡിഡ് എഞ്ചിൻ ലൈറ്റ് റിഫ്ലക്റ്റ് ഓൺ ക്ലസ്റ്റർ. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം, ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു, ഇതിൻ്റെ ഇഷ്യൂ കൊണ്ട് ക്ലസ്റ്ററിൽ എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് കാണിച്ചു. ഡിഡ് എഞ്ചിൻ ലൈറ്റ് റിഫ്ലക്റ്റ് ഓൺ ക്ലസ്റ്റർ. ചിലപ്പം ക്ലസ്റ്ററിൽ കാണിച്ചെന്നായിരിക്കാം, കാണിച്ചില്ലെന്നായിരിക്കും, എനിക്കത് വ്യക്തമായില്ല. എന്താണെങ്കിലും വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലസ്റ്റർ മീറ്ററിൽ എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക വാഹനങ്ങളിലും കാണിക്കാൻ ചാൻസ് കുറവാണ്. എന്നാൽ ചില വാഹനങ്ങളിൽ കാണിക്കും. എന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞു തരാം. നമ്മൾ വാഹനം ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് 12 വോൾട്ടിന് താഴെ പോകും. 12 വോൾട്ടിന് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, 12 അല്ലെങ്കിൽ 10 വോൾട്ടിനും താഴെ പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ചില കമ്പോണൻസിന് കൃത്യം 12 വോൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വാർണിംഗ് ലൈറ്റ് അവിടെ കാണിക്കും. സപ്പോസ് ഒരു ABS ആയിക്കോട്ടെ, അങ്ങനത്തെ ചില കാര്യങ്ങളിൽ, പവർ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, പവർ സ്റ്റിയറിംഗിൻ്റെ മൊഡ്യൂൾ, ഇതിലൊക്കെ കൃത്യം 12 വോൾട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വാർണിംഗ് ലൈറ്റ് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കും. ഒരിക്കലും ബാറ്ററി വാർണിംഗ് ലൈറ്റ് കാണിക്കത്തില്ല. ഇങ്ങനത്തെ ബാക്കിയുള്ള ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ മാത്രം വാർണിംഗ് ലൈറ്റ് അവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ബാറ്ററിക്ക് ഇഷ്യൂ വെച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂണിറ്റ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഡ്യൂളിനൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സാധനങ്ങളും കൂടെ മാറേണ്ടി വരും. അതുകൊണ്ട് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാറ്ററി മാറി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. അടുത്ത ചോദ്യം നോക്കാം. ചെറിയ ഡെൻറ്റ് ഡോറിൽ വന്നാൽ റീസെയിൽ വാല്യൂ കുറയുമോ? ഒരു കാരണവശാലും ചെറിയ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് റീസെയിൽ വാല്യൂ കുറയത്തില്ല. അത് മേജറായിട്ടുള്ള രീതിക്കുള്ള പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം റീസെയിൽ വാല്യൂവിൽ പ്രശ്നം വരത്തുള്ളൂ. അല്ലാത്ത പക്ഷേ അത് നിങ്ങൾക്ക് ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. Bro, second year service or 20,000 kilometer, what are the things I need to replace and clean? Not only that, is there any grace period for 2 year service? At present 18K run, അതായത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 24/12/2025, 24/12/2025 2 years will complete. Vehicle Wagoner 22 model, registration 23. ഓക്കെ, അപ്പോൾ 2025 ആയിട്ടുണ്ട്. 23-ൽ എടുത്ത വാഹനമാണ്. 23, 24, 23 ഫെബ്രുവരിയിൽ എടുത്തതാണ്. 24, 25 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 2 വർഷം തികയാണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000-ൻ്റെ സർവീസ് ഇപ്പം ചെയ്യണോ അതോ കുറച്ച് കഴിഞ്ഞ് ചെയ്യണോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 18 ഓടിയിട്ടുള്ളെങ്കിൽ കൃത്യം സമയമാകുമ്പോഴത്തേക്കും, ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അടുത്ത മാസമാണ്, അടുത്ത മാസം 24 എന്നുള്ളത് ചിലപ്പോൾ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് മുമ്പോട്ട് പോയെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കിലോമീറ്റർ ശ്രദ്ധിച്ചോണം. 18,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഒരു 19,500 കഴിയുമ്പോഴത്തേക്കും ധൈര്യമായിട്ട് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ച് നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണം, കൂളൻ്റ് റീപ്ലേസ് ചെയ്യണം, ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യണം, AC-യുടെ ഫിൽറ്ററും റീപ്ലേസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും റീപ്ലേസ് ചെയ്തിരിക്കണം. ബാക്കി നോർമലായിട്ട് വരുന്ന കാര്യം ബ്രേക്ക് ക്ലീനിങ്, സസ്പെൻഷൻ ചെക്കപ്പ്, വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, ടയർ റൊട്ടേഷൻ, അതൊക്കെ നോർമലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ മാത്രം വളരെ കൃത്യമായിട്ട് 20 തന്നെ നിങ്ങൾ ചെയ്തിട്ടോണം. അതിനുശേഷം പിന്നെ 30 നോക്കിയാൽ മതി. 5,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ജനറലായിട്ടൊരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്ത് വിട്ട് അതിന് കൂടുതൽ അലൈൻമെൻറ്റും ടയർ റൊട്ടേഷനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്തത്, ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബാറ്ററി ചാർജറിൻ്റെ
വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. ആ ഒരു ബാറ്ററി ചാർജറിനകത്ത് ഞാനൊരു ബൾബ് കത്തിച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ പോലും സത്യം പറഞ്ഞാൽ മറന്നുപോയി ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു ബൾബ് അന്നേരം ഉണ്ടാക്കിയത്. പെട്ടെന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. അത് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ലിജു ദേവസ്യ പറഞ്ഞൊരു കാര്യമാണ്. ആ ബൾബ് ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അത് എന്തോ ഒരു കാര്യത്തിന് ചെയ്തതാണ്. പുള്ളി എനിക്ക് ഇട്ട ഒരു കമൻറ്റാണ്. ആ ബൾബ് ഉണ്ടാക്കി വെച്ചത് വേറെ ഒന്നിനുമല്ല, മുമ്പ് AC കംപ്രസർ കട്ട് ഓഫ് ആകുന്നത് ഈ ബൾബ് ഉപയോഗിച്ചാണ് കാണിച്ചത്. ശരിയാണ്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേര് ഉൾപ്പെടെ എടുത്തെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പല വിദേശ രാജ്യങ്ങളിലും ഹോൺ ഉപയോഗിക്കുന്നില്ല, ആ കാരണം കൊണ്ട് അപകടം ഉണ്ടാകാറുമില്ല. ഞാൻ ഹോണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വന്നൊരു കമൻറ്റാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം കറക്റ്റാണ്. വിദേശ രാജ്യങ്ങളിൽ ഹോൺ യൂസേജ് വളരെ കുറവാണ്. പക്ഷേ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെ നടക്കൂ എന്നുള്ള രീതിയിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. നമ്മളൊരു റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോണിൻ്റെ അയ്യൊരു കളിയാണ്. അന്നേരം നമ്മുടെ ഒരു സാധാരണ, എനിക്ക് പല വാഹന മാനുഫാക്ചറോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിംഗിൾ ഹോൺ വെച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഒച്ചയിൽ എത്ര പേര് ഇത് കേൾക്കും? ഒരു വാഹനം വരുന്നുണ്ടെന്ന് ആരൊക്കെ അറിയും? ഇതെൻ്റെ പേഴ്സണലായിട്ടൊരു സജഷൻ ഞാൻ പറയുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സെലൂറിയോ എന്ന് പറഞ്ഞ വാഹനമാണ്. ആ ഒരു വാഹനത്തിൻ്റെ ഒരു സിംഗിൾ ഹോണിൻ്റെ ഒച്ച എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മേടിച്ച ഉടനെ ഹോൺ രണ്ടും മാറി. എത്ര പേര് ഇതുപോലെ മാറുന്നുണ്ട്? ഒരുപാട് പേര് മാറുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോൺ യൂസ് ചെയ്യാൻ എനിക്കും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷേ ഇവിടെ യൂസ് ചെയ്തേ പറ്റൂ. കാരണം വഴി കൂടെ ആൾക്കാർ ഫുട്പാത്ത് ഉണ്ടായിട്ട് പോലും റോഡിലിറങ്ങിയാണ് നടക്കുന്നത്. അത് റോഡിൽ മര്യാദയ്ക്ക് ഒരാൾ നടക്കുന്ന കുഴപ്പമില്ല, ഇത് 3 പേര് ഒന്നിച്ച് കൈ പിടിച്ചായിരിക്കും നടക്കുന്നത്. എന്തിന്? റോഡിൽ നടക്കുമ്പോൾ ഒരു മര്യാദയുണ്ട്, അതൊക്കെ പാലിക്കുക. പിന്നെ വാഹനം സൈഡിൽ കൂടെ കയറി വരുന്നു, ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി വരുന്നു, ഇതൊക്കെ ഇവിടെ മാത്രം നടക്കുള്ളൂ, പുറത്തൊരു സ്ഥലത്ത് ഇത് നടക്കില്ല. അതുകൊണ്ടാണ് അവിടെ ഈ പറഞ്ഞ പോലെ ആക്സിഡൻസ് ഉണ്ടാകാത്തത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. Hi, recently purchased Fronk's base model. Request your advice from below queries. Can I change the headlight bulb with LED? If yes, what watts to be used? 100% നല്ലൊരു കാര്യമാണ്. ഹെഡ്ലൈറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. 60 വാട്ട്സിൻ്റെ ബൾബാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 100-ന് താഴെ വാട്ട്സ് വരുന്ന LED ബൾബ് യൂസ് ചെയ്യാൻ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പ്ലീസ് അഡ്വൈസ് അബൌട്ട് സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ടു ടോപ്പ് മോഡൽ 1. ഓക്കെ, നമ്മൾ ടോപ്പ് മോഡലിലോട്ട് സ്റ്റിയറിംഗ് വീൽ മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അതിനകത്ത് പല ഫീച്ചേഴ്സും നമുക്ക് വർക്ക് ആകത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏറ്റവും ടോപ്പ് വേരിയൻ്റെ സ്റ്റിയറിംഗ് വീൽ നമ്മൾ മാറ്റേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരാനില്ല. എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, അതും വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ സിസ്റ്റം ഇൻസ്റ്റലേഷൻ, അതും കുഴപ്പമൊന്നുമില്ല. വയർ കട്ടിംഗ് ഒന്നും ചെയ്യാതെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ORVM ചേഞ്ച് ടു ഓട്ടോ ഫോൾഡിങ്, അതും ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു വയർ ക്രിമ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. വയർ ക്രിമ്പ് ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് സൗണ്ട് റിലേ, പ്ലീസ് കൺഫേം ഇഫ് സെയിം ക്യാൻ ബി ഡൺ ഫ്രം ഷോറൂമിൽ നിന്ന്. ഒരു കാരണവശാൽ ഈ പറഞ്ഞൊരു കാര്യം, അതായത് ഡോർ അൺലോക്കും ലോക്കും ചെയ്യുന്ന സമയത്ത് സൈറണിന് കണക്ഷൻ അവർ കൊടുത്ത് തരത്തില്ല. ആ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ വയർ അവിടെയും ക്രിമ്പിങ് നടക്കുന്നുണ്ട്, ആ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി വാറണ്ടി ഇഷ്യൂസ് ഫോർ ദ അബവ് മോഡിഫിക്കേഷൻ, 100% അതിൽ വാറണ്ടി ഇഷ്യൂ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പുതിയ വാഹനം എടുത്ത സ്ഥിതിക്ക് ഉടനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു തേർഡ് സർവീസ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരാനുണ്ടെങ്കിൽ അതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത്, എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ് അത്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. ബാക്കി നമ്മുടെ ഇഷ്ടം. കാരണം വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കസ്റ്റമറുടെ ഓൺ ഡിമാൻഡാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തതിലോട്ട് പോകാം. LED ലൈറ്റ് ആൻഡ് DR ലൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? LED ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് DR എന്ന് പറഞ്ഞാൽ LED തന്നെയാണ്. ഇതിൽ DR എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽസ് ഒക്കെ കേട്ടോ. പണ്ട് DR LED അല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന DRs എല്ലാം LED തന്നെയാണ്. ഇനി LED ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും കോമൺലി നമ്മൾ സംസാരിക്കുന്ന LED ലൈറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ റൂഫ് ലൈറ്റ് ഇടുന്ന പോലും LED ലൈറ്റാണ്. അപ്പോൾ LED ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് കൺസപ്ഷൻ കുറവാണ്, ബൾബിന് ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടും. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ്. അതാണ് LED ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. DR എന്ന് പറഞ്ഞാൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ആണ്. അതായത് നമ്മുടെ വാഹനം ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടിൻ്റെയൊക്കെ ആവശ്യത്തിന് നമുക്ക് അത്രയും ഇത് വരുന്നില്ലെങ്കിൽ പോലും പുറത്തൊക്കെ നല്ല ദൂരത്ത് നിന്ന് നല്ല സ്പീഡിൽ, അതായത് 120, 140, 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുന്ന വാഹനം ഒത്തിരി ദൂരത്തു നിന്ന് ഈ ഒരു DR അതായത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കാണുമ്പോഴത്തേക്കും, അതായത് നമുക്ക് അറിയാൻ സാധിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട്. നല്ല നട്ടുച്ചയുള്ള സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഒരു വാഹനം വരുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ DRലുണ്ടെങ്കിൽ, അഥവാ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഉണ്ടെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ പല വാഹനങ്ങളിൽ ഇപ്പം വരുന്ന DR എന്നുള്ള പേരിൽ വരുന്ന ശരിക്കുള്ള DRലൊന്നും അല്ല. DR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് നല്ല കിടുവായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോഴൊക്കെ ചുമ്മാ ഒരു ലൈനിൽ ഈ മറ്റേ എന്താ പറയുന്ന ഒരു
ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ വെച്ചിട്ട് അതിനകത്തോടെ ചുമ്മാ ലൈറ്റ് കയറ്റി വിടുന്ന പരിപാടി, അതൊന്നും ഒരു DRL എന്ന് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് ഒരു ഷോ ലൈറ്റ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. DRL എന്ന് പറഞ്ഞാൽ കൃത്യം DRL ആണ്. അതിൽ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ പഴയ മോഡൽ ബലേനോയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്ന കൃത്യം DRL തന്നെയാണ്. ഇപ്പോഴത്തെ ബലേനോ 3 ഡോട്ട് വരുന്നുണ്ടെങ്കിലും അത്രയും പവർഫുൾ അല്ല, എന്നാലും ഓക്കെ എന്നേ പറയാൻ പറ്റില്ല. പക്ഷേ പഴയ ബലേനോ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ, പഴയ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അത് വന്നുകൊണ്ടിരുന്ന DRL തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തോട്ട് പോകാം. ബ്രോ, സ്വിഫ്റ്റിന് 15 ഇഞ്ച് അലോയ് ഫിറ്റ് ചെയ്താൽ വാറണ്ടി കട്ടാകുമോ? ഒരു കാരണവശാലും കട്ടാകത്തില്ല. നിങ്ങളുടെ ഇരിക്കുന്ന ഒരു 14 ഇഞ്ച് ആണെങ്കിൽ അത് 15 ഇഞ്ച് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം 15 ഇഞ്ച് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 17 ഒക്കെ ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാറണ്ടിക്ക് പ്രശ്നം കിട്ടും. ഈ പറയുന്ന ഒരു 15 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ടയർ സൈസ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോണം. നെക്സ്റ്റ്, എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്ന ബാറ്ററി മാറിയപ്പോൾ അവർ അത് ഊരിക്കളഞ്ഞു. ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എൻ്റെ പഴയ ബാറ്ററി 4 ഇയേഴ്സ് ഉപയോഗിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ കവറിൻ്റെ ഒരു കേസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്ററിയുടെ മേളിൽ വരുന്ന ഒരു കവർ എന്തിനാണ് യൂസ് ചെയ്യുന്നതിനുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ ബാറ്ററിക്ക് ഈ കവർ വേണ്ടെന്ന് അവർ പറഞ്ഞാൽ അത് വാറണ്ടി കിട്ടുന്നതാണ്. ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. പഴയ കമ്പനി വരുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 2 വർഷം വരെ നമുക്ക് വാറണ്ടി കിട്ടുന്നുള്ളൂ. പുതിയ ബാറ്ററീസിനെല്ലാം 4 വർഷം അഥവാ 3 വർഷമെങ്കിലും നമുക്ക് മിനിമം റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്നുണ്ട്. അതൊരു ഒന്നും പേടിക്കേണ്ട. അവരത് കളഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവാൻ വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. പ്രശ്നം ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും വാറണ്ടിക്കകത്ത് അത് മാറി കിട്ടുന്നതായിരിക്കും. 3 വർഷം എനിക്ക് 6 വർഷത്തെ വാറണ്ടി ഇപ്പം പുതിയ ബാറ്ററീസിനെല്ലാം കിട്ടുന്നുണ്ട്. 3 വർഷം റീപ്ലേസ്മെന്റ്, 3 വർഷം പ്രോറേറ്റ ബേസ് വെച്ച് നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. പ്രഷർ വാഷർ കൊണ്ട് വാഷ് ചെയ്യാമോ? എഞ്ചിൻ റൂമിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഇട്ട ഒരു ചോദ്യമാണ്. ചെയ്യാൻ സാധിക്കും. ഒരുപാട് പ്രഷർ പല വയറിംഗ് സൈഡിലോട്ട് കൊടുക്കാതിരിക്കാൻ നോക്കുക. അന്നേരം ആ നോസിൽ ഒരു അല്പം ഒന്ന് പൊക്കി വെച്ചൊന്ന് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. കാരണം ഞാനും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അടുത്തത്, സർ, മൈ 8 months old high rider had an accident. Scooter hit the car from behind. From Toyota Service Center, they are asking to change the boot and bumper by claiming insurance. They said the dent on the boot cannot be corrected by painting, so need to change boot. Sir, is there any problem with changing the part of new vehicle? Does it affect the resale? 100% ഇത് റീസെയിൽ വാല്യൂവിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കും. കാരണം ഡോറ്, ഡിക്കി, ബൂട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ പേസ്റ്റിങ് വരുന്നതാണ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു വാഹനം കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഒരു വിലയുടെ വ്യത്യാസം വരും. ആസ് യൂഷ്വൽ ആണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മാറാതെ ലെവൽ ചെയ്തെന്ന് പറഞ്ഞാലും എഡ്ജ് പോർഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഉറപ്പായിട്ട് അത് മാറാൻ പറയും. എഡ്ജ് പോർഷൻ അല്ല, സെൻട്രൽ പോർഷനിലൊക്കെ ആണെങ്കിൽ മാറേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലെവൽ ചെയ്ത് പെയിന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരാം. പക്ഷേ എഡ്ജ് പോർഷനിലോട്ടാണ് വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് മാറി വിട്ടോണം. കാരണം അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ അവരിത്തത് പെയിന്റ് ചെയ്ത് എങ്ങനെ കയറ്റിയെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ആ പോർഷൻ കൊണ്ട് തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കമ്പനി ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. കസ്റ്റമറുടെ ഓൺ ഡിമാൻഡിൽ അവർ വേണമെങ്കിൽ അങ്ങനെ ലെവൽ ചെയ്ത് പെയിന്റ് ചെയ്ത് തരും. പക്ഷേ നാളെ ഒരു സമയത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പറയും പറ്റത്തില്ല. കാരണം കസ്റ്റമർ ഡിമാൻഡ് ചെയ്തതായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ ഉറപ്പ് പറയും. അതുകൊണ്ട് കഴിവതും മാറിവിടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ISG എന്താണ്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടൈസറിന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്. ISG, ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്നാണ് അതിന് പറയുന്നത്. ഇത് ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഐഡിയൽ സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ട് വാഹനത്തിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടർ മോട്ടർ അല്ല യൂസ് ചെയ്യുന്ന, ഓൾട്ടർനേറ്റർ തന്നെയാണ് വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു യൂണിറ്റ് ആണ് ISG അഥവാ ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടും വർക്ക് ചെയ്യും, ജനറേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും, അതായത് ഓൾട്ടർനേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. ഇതാണ് ISG എന്ന് പറയുന്നത്. അടുത്തതിലോട്ട് പോകാം. തെർമോസ്റ്റാറ്റ് വാൽവിന്റെ അവിടെ ഒരു ലീക്കേജ് MCയിൽ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അങ്ങനെ ഒരു MCയിൽ വെച്ച് ഒട്ടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഒട്ടിച്ചാൽ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇരിക്കും. പക്ഷെ നാളെ അവിടുന്ന് ലീക്ക് വരത്തില്ല എന്ന് ചോദിച്ചാൽ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ MCയിൽ വെച്ച് ഒട്ടിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഫുൾ അസംബ്ലി റീപ്ലേസ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാത്ത പക്ഷം നിങ്ങളൊരു ലോങ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ഇത് ഊരിപ്പോവോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാത്ര മുടങ്ങിപ്പോകും. അന്നേരം നിങ്ങൾ എത്ര പൈസ കൊടുത്ത് വേണം റെഡിയാക്കുമായിരിക്കും. പക്ഷേ ഇത് ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും. അല്ലെങ്കിൽ വാഹനം ഓവർഹീറ്റ് ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും തുടക്കത്തിൽ കിട്ടുന്ന കംപ്ലൈൻറ്റ് അന്നേരം അങ്ങ് മാറ്റിവിടാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാറ് മതിലിനോട് തട്ടി ബാക്ക് ഡോറ് ഡെൻഡായി, ചെറുതായിട്ട് പെയിന്റ് സ്ക്രാച്ചായി, പൊല്യൂഷൻ കഴിഞ്ഞ് 1 മാസമായി, ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? പൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് കിട്ടാതിരിക്കുമോ? 100% നിങ്ങൾക്ക് ക്ലെയിം കിട്ടും. ക്ലെയിമിന് ചെറിയ മൈനർ ക്ലെയിംസിനൊന്നും ഒരു കാരണവശാലും ഇൻഷുറൻസിനകത്ത് നമുക്ക് ഈ പൊല്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ മേജറായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല മേജർ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് പൊല്യൂഷൻ ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഈ പൊല്യൂഷനൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ പൊല്യൂഷൻ എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. വെച്ച് നീട്ടിക്കൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പൊല്യൂഷനൊക്കെ എടുത്തില്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെറ്റി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട്
കൊണ്ട് കിട്ടും. 100 രൂപയ്ക്ക് തീരേണ്ട കാര്യം ചിലപ്പോൾ ഒരു 500-1000 രൂപ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തിട്ടാണ്. പക്ഷേ ഇൻഷുറൻസ് കിട്ടാതെ വരത്തില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ട. എൻ്റെ ഐറ്റൻ 65,000 കിലോമീറ്റർ ആയി. ഇന്ന് സർവീസ് സെൻറ്ററിൽ കൊടുത്തു. ക്ലച്ച് മാറണം, AC-യും എല്ലാം കൂടി 27,000 ആകുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്ര റേറ്റ് വരുന്നുള്ള കൃത്യമായിട്ട് ചോദിക്കണം. ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു? ഈ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് വ്യക്തമാക്കുക. 65,000 കിലോമീറ്റർ ആയിട്ടുള്ള 65,000 കിലോമീറ്റർ കൊണ്ട് ക്ലച്ച് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പലരും മാറി ഓടിക്കുന്ന വാഹനമാണെങ്കിൽ ഉറപ്പായും ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. AC-ക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ ചെക്ക് ചെയ്യാതെ അവർ ഒറ്റയടിക്ക് അങ്ങനെ 27,000 രൂപ പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെ ടാർഗറ്റ് അതിനകത്തോട്ട് പെടുത്തിയതാണോ എന്ന് അറിയത്തില്ല. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇത്രയും റേറ്റ്, എന്തൊക്കെയാണെന്നുള്ള സ്പ്ലിറ്റപ്പ് പറയുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. HID ഓർ LED ഏതാണ് നല്ലതെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ HID വേണോ LED വേണോ? എന്നോട് സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് LED തന്നെ പറയും. കാരണം ഞാൻ ആദ്യം HID പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ HIDക്ക് നല്ല വെട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ കഴിഞ്ഞും കൂടുതൽ വെട്ടം പ്രൊവൈഡ് ചെയ്യുന്ന LEDs അവൈലബിൾ ആണ്. കറണ്ട് കൺസംഷൻ കുറവാണ്, ഹീറ്റിംഗ് ഇഷ്യൂസും കുറവാണ്. എന്നാൽ അതേ സ്ഥാനത്ത് HIDക്ക് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LED എടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. VXI ഓട്ടോമാറ്റിക് വണ്ടി DR-ൽ അഡീഷണൽ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും മാറ്റം ഏകദേശം എത്ര രൂപയാവും? VXI ഓട്ടോമാറ്റിക് വണ്ടിക്ക് DR-ൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞ് VXI ഡിസൈർ ആണെന്ന് തോന്നുന്നു. ഡിസൈറിൻ്റെ വീഡിയോയ്ക്കാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പല വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് ടൈപ്പാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഫോഗ് ലാമ്പി വരുന്ന മോഡൽസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും രീതിക്കുള്ള സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും രീതി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് വാറണ്ടിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാറണ്ടിയെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും വയർ കട്ടിങ് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. വയർ ക്രിമ്പ് ചെയ്താൽ അത്രയും പ്രശ്നമില്ല. ക്രിമ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ പലതും മാറിക്കൊണ്ടിരിക്കുന്നതോട് എനിക്ക് കൃത്യ എമൗണ്ട് പറയാൻ സാധിക്കത്തില്ല. റിഡ്സ് കാർ കുത്തനെയുള്ള കയറ്റം ഫസ്റ്റ് ഗിയറിൽ കയറുമ്പോൾ RPM കുറവാണെങ്കിൽ ഫുൾ ആക്സിലറേറ്റർ ചവിട്ടിയാലും വലിക്കാതെ നിന്ന് പോകുന്നു. പിന്നെ ക്ലച്ച് താങ്ങി RPM കൂട്ടി എടുത്ത് പോകണം, അല്ലെങ്കിൽ നിന്ന് സ്ഥലത്ത് കൊണ്ടുവന്ന് താഴെ നിന്ന് RPM-ൽ എടുത്ത് പോകണം. എന്തായിരിക്കും കാരണം? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്ന വാഹനത്തിന് പുള്ളിംഗ് ലെസ് ആണ്. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞിട്ട് പെട്രോൾ വാഹനമാണോ ഡീസൽ വാഹനത്തിനെ കുറിച്ചാണോ പറഞ്ഞിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയ വാഹനമാണെന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം കൂടി ഇനിയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒരു പുള്ളിംഗ് ലെസ് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണം. എയർ വലിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ RPM കയറത്തില്ല. അങ്ങനെ വന്നാലും ബേണിങ്ങോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴത്തേക്കും വാഹനത്തിന് പുള്ളിംഗ് ലെസ് ഉറപ്പായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് എല്ലാം കൃത്യമാണോ നോക്കുക. എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ടോ, ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയേക്കുക. ഇനി പെട്രോൾ വാഹനമാണെങ്കിൽ ത്രോട്ടിൽ ബോഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളും ഫ്യൂൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതിനെന്തെങ്കിലും മടുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഇഞ്ചക്ടർ എല്ലാം സിലിണ്ടറിലും കൃത്യമായിട്ടുള്ള രീതിയിൽ ബേണിംഗ് നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇനി കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു കമൻറ്റിൽ ഒന്ന് ഇട്ടേക്കുക. ജസ്റ്റ് എൻ്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് ഇട്ടാലും മതി. ഞാനും കൂടെ നോക്കിയിട്ട് ഏത് വാഹനമാണ്, പെട്രോളാണോ ഡീസലാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാമെങ്കിൽ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ചേട്ടാ, എൻ്റെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കാർ ഷെഡിൽ നിന്നും ഫ്ലോറിൽ എന്തോ വൈറ്റ് പൗഡർ, ലുക്സ് ലൈക്ക് സോൾട്ട് പൗഡർ പോലെ കിടക്കുന്നു. ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഏകദേശം ടയർ നിൽക്കുന്ന ഭാഗത്ത്, ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഏകദേശം ടയറിൻ്റെ ബാക്കിൽ, ഫ്രണ്ട് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ റൈറ്റും ലെഫ്റ്റും നമ്മൾ ഡ്രൈവർ ഇരിക്കുന്ന സൈഡിൽ നേരെ നോക്കുന്ന സമയത്ത് അതാണ് റൈറ്റ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ്, അതായത് റൈറ്റ് സൈഡ് എന്നാണ്, ഫ്രണ്ട് റൈറ്റ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രൈവർ ഇരിക്കുന്ന സൈഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ബാക്കിൽ, ഫ്രണ്ട് ടയറിൻ്റെ ബാക്കിൽ ആയിട്ട് കാണുന്നു. അത് എന്താകും ബ്രോ, പ്ലീസ് റിപ്ലൈ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ വരാനുള്ളൊരു ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അതിൻ്റെ ഒരു സജഷൻ എനിക്ക് തോന്നുന്നു, കൂളൻറ്റിൻ്റെ ആ പോർഷനിൽ എന്തെങ്കിലും കൂളൻറ്റോ വല്ലതും വീണിട്ട് അതിൻ്റെ വല്ലതും പൗഡർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, നമ്മൾ വാഹനത്തിലിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ബാറ്ററിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്കകത്ത് നിന്ന് വരുന്ന സൾഫ്യൂരിക് ആസിഡോ കാര്യങ്ങൾ എന്തെങ്കിലും ലീക്കായിട്ട് ഈ ബോഡിയുടെ പുറത്ത് വീണിട്ട് അത് ഈ പറയുന്ന പോലെ ഒരു ഉപ്പിൻ്റെയൊക്കെ അംശം പോലെ ആകുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഏതായാലും ഇതൊരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പണി കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് വീഴുന്ന ഒരു സാധനമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ലിഫ്റ്റ് ചെയ്ത് നോക്കി അടിയിൽ നിന്ന് എവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നുള്ളത് നോക്കുക. എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ വിളിച്ച് പറയുക ചെയ്താൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അടുത്തത് രാകേഷ് ചേട്ടാ, നമ്മുടെ വണ്ടിയിൽ നിന്നും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുമോ? കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. വെളുപ്പിനെ നാട്ടിൽ നിന്നും കൊല്ലം വരെ പോയതാണ്. ഏകദേശം 100+ കിലോമീറ്റർ ആയി. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വണ്ടിയുടെ ഡോറ് തുറന്നപ്പോൾ ഡോറിൻ്റെ ഹാൻഡിൽ നിന്നുള്ള നട്ടിൽ വിരൽ തട്ടിയ ടൈമിൽ
കൈ ചെറുതായിട്ട് ഷോക്ക് ഉണ്ടായി, എന്തായിരിക്കും കാരണം? വണ്ടി ഓൾട്ടോ ആണ്, 2019 മോഡൽ. ഓക്കെ, ശരിക്കും ഇതൊരു സ്റ്റാറ്റിക് എനർജി മാത്രമാണ്. ഇത്രയും ദൂരം ഓടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരത്തില്ല. എന്നാലും ആ ഒരു ചെറിയ ഹീറ്റിൻ്റെ ഇതുകൊണ്ടും ഈ ഇലക്ട്രോൺസിൻ്റെ പാസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് അങ്ങനെ നോർമലി വരുന്നതാണ്. ഇതൊരു കംപ്ലൈൻറ്റ് ഒന്നുമല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡോർസിൻ്റെ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അതിപ്പം ഏത് ഡോർ ഹാൻഡിലാണെങ്കിലും നമുക്ക് മെറ്റൽ ഡോർ ഹാൻഡിൽസ് ആയിരിക്കത്തില്ല വരുന്നത്, കൂടുതലും പ്ലാസ്റ്റിക് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. നമുക്ക് പിടിക്കുമ്പോൾ ഷോക്കോ കാര്യങ്ങളോ ഒന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, എക്സ്റ്റൻഡ് വാറണ്ടി 3 വർഷം കഴിയുന്നതിന് മുമ്പ് എടുത്താൽ പോരെ? 3 വർഷം കമ്പനി തരുന്നുണ്ടല്ലോ, അപ്പോൾ ആദ്യത്തെ പർച്ചേസിന് കുറച്ച് എമൗണ്ട് കുറഞ്ഞ് കിട്ടുമല്ലോ. തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 3 വർഷം കമ്പനി ഒരു വാറണ്ടി തരുന്നുണ്ട്, പിന്നീട് നമുക്കൊരു 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അന്നേരം എടുക്കുകയാണെങ്കിൽ, അതായത് പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവുണ്ട്. പക്ഷേ ഓരോ വർഷം മുമ്പോട്ട് പോകും തോറും ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. കാരണം കമ്പനിക്ക് ഈ ഏതൊരു കാര്യം ബിസിനസ്സാണ്. അതായത് കമ്പനി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ ആദ്യ വർഷം എടുക്കുകയാണെങ്കിൽ അവന് ചെറിയ എമൗണ്ടിന് കൊടുത്തേക്കാം. ഒന്നാമത്തെ വർഷം, അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും റേറ്റ് കൂട്ടുന്നത് കമ്പനിക്ക് അറിയാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് വരും, അതായത് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയാവും. അന്നേരം റേറ്റ് നോർമലി കൂട്ടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം നോക്കിയത് അത് സേഫ്റ്റിയാണ്. അത് കഴിഞ്ഞ് മാത്രം ബഡ്ജറ്റ് പോലും നോക്കാറുള്ളൂ. ഞാനൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി നോക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. സേഫ്റ്റി വേണം. ലോകത്തിലെ നമ്പർ 1 സേഫസ്റ്റ് വെഹിക്കിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന വോൾവോയുടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞത്. ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു കേസായിട്ട് നമ്മൾ അറിഞ്ഞായിരുന്നു. സേഫ്റ്റി നോക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ സേഫ്റ്റി മാത്രം നോക്കിയാൽ പോരാ. സേഫ്റ്റി നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സർവീസും എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനം യൂസ് ചെയ്യുന്നവരുടെ സജഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സേഫ്റ്റി മാത്രം നോക്കിയൊരു വെഹിക്കിൾ എടുക്കണം എന്ന് ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. സർവീസ് അവൈലബിലിറ്റി കിട്ടിയാൽ മാത്രം പോരാ, കൃത്യസമയത്ത് അവൈലബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യം കൂടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സജഷൻ മാത്രമാണ്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. വെന്യൂ ടർബോ ഓർ 1.2 ബെറ്റർ ചോയ്സ് ഫോർ നോർമൽ മിനിമലിസ്റ്റിക് യൂസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ചെറിയ യൂസേജ് മാത്രമേ വരികയാണെന്നുണ്ടെങ്കിൽ 1.2 എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല. ടെർബോ വാഹനം എടുത്താൽ കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ്. പക്ഷേ അതുപോലെ നിങ്ങൾക്ക് വാഹനത്തിന് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഓടുന്നൊരു വാഹനമാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് നല്ല പവർഫുള്ളായിട്ട് വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ടെർബോ എടുക്കുക, അല്ലെങ്കിൽ നോർമൽ 1.2 എഞ്ചിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യും. Hi Ragesh, if I have done underbody coating for my new car and after the rain when I did an underbody wash, I felt like some area the coating is a bit dull. Can I or should I do underbody coating again? Is it fine for the car? Please advise. ഈ പോയൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് വാറണ്ടിക്കകത്ത് ചെയ്തു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഒരു കമ്പനി ഏതൊരു സാധനം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാറണ്ടി പീരീഡ് ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എവിടെയാണ് ചെയ്ത് അവിടെ കൊണ്ടു കൊടുത്ത് അവരോട് പറഞ്ഞ് ഇത്തരം ഭാഗത്തില്ല അത് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. സൺറൂഫ് ഇല്ലാത്ത വാഹനത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് ചെയ്താൽ കുറച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? 100% ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് വെക്കുന്ന സമയത്ത് എങ്ങനെയാണല്ലോ നമുക്കറിയാം, നമ്മുടെ റൂഫ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റൂഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്ടറിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വാട്ടറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും. വാഹനത്തിനകത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി സ്മെല്ല് വന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന വാഹനത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരു ഇടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ഒരു സൺറൂഫ് ഉള്ള വാഹനമാണെങ്കിൽ ആ രീതിക്കായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വാഹനത്തിന് സൺറൂഫിന് വേണ്ടിയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ അല്ല ചെയ്തിരിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് പൊട്ടി വീഴാനോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. MG ബ്രോ, ഫ്രണ്ടിൽ 185 70R14 ബാക്കിൽ 165 80R14 ഇട്ടാൽ കുഴപ്പമുണ്ടോ? അലോയ് വീലാണ്. ഒരു കാരണവശാലും ഇടരുതെന്ന് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ട്രാക്ഷൻ അഥവാ പിടുത്തം കാര്യങ്ങളൊക്കെ എല്ലാ ടയറും ഒരുപോലെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റോളിങ്ങിൻ്റെ ആണെങ്കിലും ബ്രേക്കിങ്ങിൻ്റെ ആണെങ്കിലും ഫ്രണ്ടിൽ ചിലപ്പോൾ ബ്രേക്കിംഗ് കൂടുതൽ കിട്ടും, ബാക്കിൽ ബ്രേക്കിംഗ് ഇച്ചിരി കുറച്ച് കിട്ടും. കാരണം വീതി കുറഞ്ഞു ടയറിൻ്റെ. അതുകൊണ്ട് എപ്പോഴും ഒരേ രീതിക്കുള്ള ടയർ തന്നെ നിങ്ങൾ വാഹനത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതല്ല, അതേ ചെയ്യാവുള്ളൂ എന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. ഫ്രണ്ടിൽ വലുതും ബാക്കി ചെറുതുമായിട്ട് ഒരു കാരണവശാലും ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഹായ് MG, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ വണ്ടികളിൽ ക്ലസ്റ്റർ മീറ്ററിൽ ആവറേജ് മൈലേജ് ഡിസ്പ്ലേ കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കുന്ന മൈലേജ് ശരിയാണോ? എങ്ങനെയാണ് അത് പ്രവർത്തനം
എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? പല വീഡിയോയിലും ബ്രോ മൈലേജ് കാണിക്കുന്നത് ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമുക്കൊരു ആവറേജ് മൈലേജ് നമ്മുടെ വാഹനത്തിൽ കാണിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പൾസ് വിഡ്ത്ത് ചെക്ക് ചെയ്തിട്ടാണ്. അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷനിലോട്ട്, അതായത് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാമെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം ഫ്യൂവൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്പ്രേ ചെയ്യുന്നതിനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ പൾസ് എന്ന് പറയുന്നത്. ഒരു പൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്യും. ഇത് എത്രത്തോളം സ്പ്രേ ചെയ്യണം എന്നുള്ള, എത്രത്തോളം കറണ്ട് കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇത് കണക്കാക്കിയാണ് അവിടെ ഒരു ആവറേജ് ഒരു ഗ്രാഫ് തയ്യാറാക്കുന്നത്. അതായത് എത്ര നേരം, ഒരു 2 കിലോമീറ്റർ ഓടാൻ എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്തു, ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് സ്പ്രേ ചെയ്യുന്നതിനനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കാൽക്കുലേഷനിലാണ് ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ നടക്കുന്നത്. അതിനകത്ത് വേറെ വലിയ ലോജിക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു ലോജിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ബുധനാഴ്ച കാണാം. ഇതുപോലത്തെ നല്ല നല്ല കുറേ കമൻസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.